ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ ബയ്യിനയുടെ ബാക്കി ഭാഗവുമായിട്ടുള്ള പാഠത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها ഒരുമിച്ച് എല്ലാവരും ഉണ്ടാണേ. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية ഒരുമിച്ച് إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية ഇനി ബാക്കി നോക്കിയേ. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار പിന്നെയോ خالدين فيها أبدا رضي الله عنهم ورضوا عنه ഒപ്പം رضي الله عنهم ورضوا عنه ذلك لمن خشي ربه يعني ذلك لمن خشي ربه. അപ്പോൾ സൂറത്ത് ഓതുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ കൂടെ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണ്ട എന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നെയും ഇനി ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് നോക്കാം. നക്ര, അതിൽ നിന്ന് വായിക്കാനുള്ള വേർഡ്സുകൾ എന്താണ്? ഇന്നല്ലദീന കഫറൂ ഉലൈക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എക്സാമിന് ചോദ്യമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എന്ത്? ഉലൈക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. ഉലായിക്ക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമാണ് എന്ത്? വാവ്. ഉച്ചാരണത്തിൽ വരാത്തൊരക്ഷരമാണ് വാവ്. അപ്പോൾ മനസ്സിലാക്കട്ടെ എല്ലാവരും. ഷർറുൽ ബരിയ, ഷർറുൽ ബരിയ. വഅമിലുസ് സാലിഹാത്ത്, വഅമിലുസ് സാലിഹാത്ത്. ഹും ഖൈറുൽ ബരിയ. ജസാഉഹും, ജസാഉഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ ഇതും അതുപോലെ വരുന്നൊരു ചോദ്യമാണ്. ഇവിടെ ഇതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നൂനിനെ നമ്മൾ ഉച്ചരിക്കൂല. ഇന്ദ അതിലേക്ക് ചേർത്ത് ഉച്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉച്ചരിക്കാത്ത അക്ഷരമാണ് നൂന്, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മിൻ തഹ്തിഹൽ അൻഹാറു, ഇവിടെയും ഈ നൂന് നമ്മൾ ഉച്ചരിക്കൂല.
അപ്പോൾ അവിടെയൊക്കെ തജ്വീദ് നിയമമുണ്ട്, ഇഖ്ഫാ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാം. ഇവിടെ ഉച്ചാരണത്തിൽ വരൂല, അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹു വറളൂ അൻഹു ഹഷിയ റബ്ബ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വേർഡ്സ് ആയിട്ട് വായിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഖുർആനോത്തിൽ ഓതുന്ന രീതി അവിടെ പറയുന്നുണ്ട്. വറളൂ അൻ ഹഷിയ റബ്ബ, അങ്ങനെ വേർഡ്സ് ആയിട്ട് വായിക്കുമ്പോൾ നമ്മൾ ചേർത്ത് മുഴുവനായിട്ട് പറഞ്ഞു പോവുകയാണ്. അൻഹു റബ്ബഹു അങ്ങനെ കേട്ടോ. അപ്പോൾ ഖുർആൻ ഓതുന്ന രീതി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഉസ്താദിൻ്റെ വോയിസ് കേട്ടിട്ട് നന്നായിട്ട് ഓതി പഠിക്കാം. അടുത്തന്ന് നമുക്ക് ഇതിൽ വരുന്ന വർക്ക് എന്താണ്? മദ്ദാണ്, മദ്. അപ്പോൾ ഇത് ചോദ്യം വരും, ബ്രാക്കറ്റിൽ ഇങ്ങനെ ചിഹ്നം തന്നിട്ട് ഇതെന്തിനു ഉപയോഗിക്കുന്നതാണ്, അക്ഷരങ്ങൾക്ക് മുകളിൽ ഇതെന്തിനിടുന്നതാണ് ചോദ്യം വരും. എന്താണ്? നീട്ടാനാണ്. നീട്ടാൻ എഴുതി കൊടുക്കണം. അപ്പോൾ നീട്ടാനാണ് മദ്. ഇതിൻ്റെ പേരാണ് മദ്. മനസ്സിലാക്കുക. ഇവിടെ ലാഹിലുൽ മദ്, മദ്. ഇത് അക്ഷരങ്ങളിൽ മുകളിൽ വരും. ഇവിടെ കണ്ടില്ലേ? ഇതാ ജാന്ന് അലിഫാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉച്ചാരണത്തിന് ആവശ്യമായിട്ട് നീട്ടിയാൽ മതി. ജാ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ നീട്ടണം. അപ്പോൾ അലിഫും ഇവിടെ ഈ മേലെ മദ്ദും വന്നു, അപ്പോൾ കൂടുതൽ നീട്ടണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക. അടുത്തത് ഫീ, ഫീ എന്നുള്ളിടത്ത് അവിടെ മദ് വന്നത്. നീട്ടാൻ വന്ന അക്ഷരം ഏതാണെന്ന് ചോദിക്കും. അതും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നീട്ടുന്നത്? ജീമിനെയാണ്. ജാ നീട്ടുന്ന ജീമിനെയാണ് നീട്ടുന്നത്. ജീമിൻ്റെ ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടുന്നു, മദ് കൊണ്ട് നീട്ടുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. ഏത് അക്ഷരത്തെയാണ് കൂടുതൽ നീട്ടുന്നത് എന്ന് വെച്ചാൽ ജീമ്. ഇവിടെ ഫീ, ഫീ എന്നുള്ളിടത്ത് ഫാഇനെയാണ് നമ്മളിവിടെ നീട്ടുന്നത്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഫീ അഹ്സനി തക്വീം. പിന്നെ ഇന്ന അഅ്തൈനാക, ഇന്ന നൂന്, നൂനിനെയാണ് ഇവിടെ നമ്മൾ കൂടുതൽ നീട്ടുന്നത്. മനസ്സിലാക്കുക. അടുത്ത് യുറാഊൻ, യുറാഊൻ. ഇവിടെ ഏത് അക്ഷരത്തെയാണ് കൂടുതൽ നീട്ടുന്നത്? റാഇനെ, റാഇൻ്റെ അതിനാണ് ഇവിടെ മദ് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മദ് വന്ന് അടയാളപ്പെടുത്താം. അടുത്തത് രഹിലതശ്ശിതാഇ, താ, താ ഇവിടെ മദ് വന്നു. മനസ്സിലാക്കുക. അടുത്തത് അല്ലദീ അത്അമഹും, അല്ലദീ, ദീ എന്നുള്ള ദാലിനെയാണ് ഇവിടെ നമ്മൾ നീട്ടുന്നത്. ഇൻദഹു ഇല്ലാ ഹാഇനെ, ഹാഇനെ ഇവിടെ മദ്ദുണ്ട്, ഹാഇനെ നീട്ടാൻ. അടുത്തതാ അസ്സാഹ, സ്വാദിന, ഹ. അപ്പോൾ കൂടുതൽ നീട്ടണം ഇവിടെ സ്വാദിനാണ് കേട്ടോ. അപ്പോൾ കൂ അംഫുസക്കും, കൂ എന്ന ഇവിടെ മദ് വന്നു. അപ്പോൾ മനസ്സിലാക്കുക, മദ് കൂടുതൽ നീട്ടാനാണ്. കൂടുതൽ നീട്ടിയത് ഏതിനെയാണ്, ഏത് അക്ഷരത്തെയാണെന്നുള്ള. അപ്പം നമുക്ക് അക്ഷരം എടുത്ത് എഴുതാൻ കഴിയുന്ന രീതിയിൽ അക്ഷരങ്ങളൊക്കെ പഠിക്കാം. ഏത് അക്ഷരത്തെയാണ് നീട്ടുന്നത് വെച്ചാൽ അപ്പോൾ ഈ മദ് വരുന്ന അക്ഷരം ഏതാന്ന് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഏതിനാ നീട്ടിയത് വെച്ചാൽ അലിഫിനെന്ന് പറയണ്ട, ഇവിടെ ജീമിനെയാണ് നീട്ടിയത്. അപ്പോൾ അത് അക്ഷരം എടുത്ത് എഴുതാൻ കഴിയണം. അങ്ങനെയാണ് എക്സാം, തജ്വീദുൽ ഖുർആൻ എക്സാമിന്, എഴുത്ത് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് വരിക. ഇനി ഇവിടെ ഒരു സൂറത്ത് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മദ്ദുകളെ അടയാളപ്പെടുത്തണം. എന്നിട്ട് എത്ര മദ്ദുകൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഏതൊക്കെയാണ് മദ് വന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുക. ആയത്തുകൾ ഇങ്ങനെ തെരഞ്ഞു പോവുക. എവിടെ മദ് വന്നത്, എവിടെയും കണ്ടുകണോ? നിങ്ങളാരെയും കണ്ടുകണേ അടയാളപ്പെടുത്തുക. ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. പിന്നെ എവിടെയാണ്? ഇവിടെയൊക്കെ അലിഫ് മദ്, യാ മദ്, അലിഫ് വാവ് യാ അങ്ങനത്തെ മദ്ദുകളുണ്ട്. നമുക്ക് കൂടുതൽ നീട്ടാനുള്ള മദ് ഇവിടെ എവിടെയും വന്നിട്ടില്ല. പിന്നെ എവിടെയാണ്? ഇതാ വ അമ്മ, അമ്മ എന്നുള്ള മീമിനെ നീട്ടാൻ ഇവിടെ മുകളിൽ മദ് വന്നു. അപ്പം നമുക്കിവിടെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ എവിടെയാണ്? ഇവിടെ എവിടെയും വന്നിട്ടുണ്ടോ? റബ്ബി, ഇവിടെ റബ്ബി ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ കാണാതെ പോയതാണ്. അപ്പോൾ നിങ്ങളതുപോലെ എവിടെയും കണ്ടുകണമെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് റബ്ബി എന്നുള്ളിടത്തുണ്ട്. പിന്നെ എവിടെയാണ്?
അടുത്ത പേജിൽ ഇത് അവിടെ ഉണ്ട്. പിന്നെ കല്ല, ജാഅ, വജീഅ, അദാബുഹു. പിന്നെ എവിടെയാണ് ഇതാ വസാഖഹു, യാ, ഇർജിഇ. അപ്പോൾ ഇത്രയും മദ്ദുകൾ. അപ്പോൾ ഇനി ഞാൻ കാണാത്തത് നിങ്ങൾ കാണുകയാണെങ്കിൽ അടയാളപ്പെടുത്തി എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എത്ര മദ്ദുകൾ കണ്ടെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് എണ്ണിയിട്ട് അവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ പാഠഭാഗത്തിലുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.